മാനവരാശിതൻ ശുദ്ധീകരണത്തിനായി കാകുൽത്തായ ചിന്തിയ ചുടുരക്തം എനിക്കായി അർപ്പിച്ച ബലിയർപ്പണം രക്താർപ്പണം രക്താർപ്പണം. മാനവരാശിതൻ ശുദ്ധീകരണത്തിനായി കാകുൽത്തായ ചിന്തിയ ചുടുരക്തം എനിക്കായി അർപ്പിച്ച ബലിയർപ്പണം രക്താർപ്പണം രക്താർപ്പണം. രക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം. കുരിശിൽ പിടയുമാ ഹൃദയമുറിവിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ ജനിച്ചതാണീ വിശ്വാസം. കുരിശിൽ പിടയുമാ ഹൃദയമുറിവിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ ജനിച്ചതാണീ വിശ്വാസം. ആയിരം ആയിരം രക്തസാക്ഷികൾ തന്നു, ആയിരം ആയിരം രക്തസാക്ഷികൾ തന്നു ചുടുനിണമേകിയതാണ് വിശ്വാസം. ആയിരം ആയിരം രക്തസാക്ഷികൾ തന്നു ചുടുനിണമേകിയതാണ് വിശ്വാസം. രക്തം തിരുരക്തം യേശുവിൻ തിരുരക്തം. You are my Lord, you are my God, you are my Savior, you are my Redeemer. I love you, Jesus. I love you, Jesus. I love you, Lord Jesus. Hallelujah, 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 amen, glory, hallelujah, ആരാധന, ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. സ്തോത്രം, glory. അവിടുത്തെ മഹത്വത്താൽ ഈ ആലയം അറിയപ്പെടുമാറാകട്ടെ ദൈവമേ. അവിടുത്തെ ജനം അറിയപ്പെടുമാറാകട്ടെ അപ്പാ. ഈ ദേശം അറിയപ്പെടുമാറാകട്ടെ, ഈ ഭൂമുഖം അറിയപ്പെടുമാറാകട്ടെ അവിടുത്തെ മഹത്വത്താൽ. Because you are the living God. You are the one who formed me and your children in our mother's womb. You are the one who created this universe, the moon, the sun, the stars, the sky, the sea and everything. You are the one who created it. You are the true and living God. We worship you. We adore you. We glorify your mighty name. യെശയ്യാ 53:4. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി,
അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമകത്രികത്തിന് മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിയും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവന് ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവൻ അവകാശം കൊടുക്കും. ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. ആമേൻ. ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനായ പിതാവ് അയക്കുമ്പോൾ എപ്രകാരമായിരിക്കുമെന്ന് യേശയ്യാ പ്രവാചകൻ കണ്ടുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. കർത്താവേ, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷ നൽകി. ഏറ്റുപറയട്ടെ, അവന്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. അവന്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12ാമത്തെ വചനം. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. തെറ്റു പറഞ്ഞ്, എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. യേശു തൻ്റെ ജീവനെ എവിടെ ഏൽപ്പിച്ചു കൊടുത്തു? മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതിന് അനന്തര ബലം എന്തായിരുന്നു? യേശുവിൻ്റെ ജീവനെ യേശു മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പം എന്ത് സംഭവിച്ചു? യേശു മരണത്തെ ജയിച്ചവനായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവർക്ക് അവൻ രക്ഷയായി പ്രത്യാശയായിട്ട് മാറി. ഹല്ലേലൂയ. യേശു തൻ്റെ യേശുവിൻ്റെ ജീവനെ യേശു ഏൽപ്പിച്ചു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, മരിക്കാൻ വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ ആ മരണത്തിൻ്റെ അധികാരം നശിപ്പിച്ചുകൊണ്ട്, അതാണ് എബ്രായ ലേഖനം 2:15 പറഞ്ഞിരിക്കുന്നത്. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച്, മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. യേശു കുരിശിൽ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തൻ്റെ ജീവനെ യേശു മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ യേശു ആ മരണത്തിന് മേൽ യേശു ജീവൻ പ്രാപിച്ചു. ആ യേശു പറയുകയാണ്, വെളിപാട് 18, ഇതാ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും അധികാരി ഞാനാണ്. ഇതാ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദത്തിലൂടെ പാപം വന്നു, ശാപം വന്നു, ശിക്ഷ വന്നു, മരണം വന്നെങ്കിൽ ക്രിസ്തുവിലൂടെ ഇതാ ക്രിസ്തു ആ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നതിനായി മരിച്ചവൻ ആദ്യഫലമായി അവൻ ഉത്ഥാനം ചെയ്തു, ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇന്ന് ആ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ശാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമുക്ക് മോചനമാണ്, വിടുതലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് യേശു നേടുത്തുന്ന ആ വിജയമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് നേടുത്തുന്ന ആ രക്ഷയാണത്. ഇതിനെക്കുറിച്ച് റോമാലേഖനത്തിൽ വായിക്കുന്നു 5:15, റോമ 5:15. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുളവായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിന്റെ ഫലമായി ഉണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ
നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷയ്ക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കുവാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ആധിപത്യം പുലർത്തും. ഹല്ലേലൂയ. നോക്കണം, ഇതാണ് ജീവന്റെ നിയമം. മരണം ഒരു വഴിക്ക് മരണം കടന്നു വന്നപ്പോൾ, ആദം എന്ന മനുഷ്യരുടെ മരണം കടന്നു വന്നപ്പോൾ, ആദത്തിന്റെ പാപത്തിലുള്ള മരണം കടന്നു വന്നപ്പോൾ യേശുവിലൂടെ നാം വീണ്ടെടുപ്പിന്റെ ബലമാണ് നിത്യമായ ജീവൻ. എന്നാൽ 15 വചനം, എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. എങ്ങനെ ലഭിച്ചിരിക്കുന്നത്? ആ കൃപാദാനം എങ്ങനെ ലഭിച്ചിരിക്കുന്നു? ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളതായ ഫലം പോലെയല്ല ഈ ദാനം. ആദത്തിന്റെ പാപത്തിലൂടെ അനേകർ പാപികളായി മരിച്ചവരായി. പക്ഷേ അതിനൊക്കെ എത്രയോ ഇരട്ടി അധികമാണ് ദൈവത്തിന്റെ കൃപ, ദൈവകൃപ. ക്രിസ്തു നേടിത്തുന്ന ദൈവകൃപ, രക്ഷ എന്ന അതിലെല്ലാം അടങ്ങിയിരിക്കുകയാണ്. രക്ഷയും പരിശുദ്ധാത്മാ ശക്തിയും അനുഗ്രഹങ്ങളും ജീവനും എല്ലാം ഈ ദൈവകൃപ എന്ന ഒറ്റ വാക്കിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് നൽകപ്പെടുന്ന ഈ വലിയ സമ്പത്ത്, ദൈവകൃപ എന്ന ഈ ദാനം എത്രയോ അധികമാണ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരുവന്റെ പാപത്തിൽ നിന്നുള്ളതായ ഫലം പോലെയല്ല ഈ ദാനം. ഒരു പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ വിധി ശിക്ഷയ്ക്ക് കാരണമായി. എന്നാൽ അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപാദാനമാകട്ടെ നീതീകരണത്തിന് കാരണമായി. അനേകം പാപങ്ങൾ, അനേകം തലമുറയ്ക്ക് ശേഷം ആഗതമായ യേശു വഴി വന്ന രക്ഷ, കൃപാദാനം, അത് നീതീകരണത്തിന് കാരണമായി. കോടിക്കണക്കിന് മനുഷ്യരുടെ, ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ, എന്നിട്ട് പറഞ്ഞ്, ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. ഒരു മനുഷ്യൻ മൂലം പാപവും മരണവും കടന്നു പോകുന്നെങ്കിൽ അതിനുശേഷം ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തി. ക്രിസ്തുവിന് കാലം വരെയും മരണത്തിൻ്റെ ആധിപത്യമായിരുന്നു. മരണത്തിൻ്റെ അധികാരി ആരായിരുന്നു? സാത്താനായിരുന്നു. അതാണ് എബ്രായർ 2:15 പറഞ്ഞത്. മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ നശിപ്പിച്ചാ പറഞ്ഞു. അപ്പം പിശാച് അധികാരിയായിരുന്നു ക്രിസ്തുവിന് കാലം വരെയും. എന്ന് പറഞ്ഞാൽ ആരും മരിക്കണം, ആരും മരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ആരായിരുന്നു? പിശാചാണ്. അത് സാധാരണ കയ്യിലാണ് മരണത്തിൻ്റെ ശക്തി ഇരുന്നത്, അധികാരം വരുന്നത്. 2, മരിച്ചവരുടെ മേൽ അധികാരി ആരായിരുന്നു? പിശാചായിരുന്നു. മരിച്ചവരുടെ മേൽ. ഇപ്പോൾ മരണം എന്ന അവസ്ഥയുടെ മേലും അങ്ങനെ മരിച്ചു പോകുന്ന ആത്മാക്കളുടെ മേൽ അധികാരി അതുകൊണ്ടാണ് കോടിക്കണക്കിന് ആത്മാക്കൾ സാത്താൻ അടിമത്തിലേക്ക്, നരകത്തിലേക്ക് കടന്നു പോകാൻ കാരണമായിട്ട് മാറിയത്. അവൻ മരണത്തിൻ്റെ അധികാരി ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ മരണം ക്രിസ്തുവിൻ്റെ കാലം വരെ മരണത്തിൻ്റെ ആധിപത്യമായിരുന്നു. മരിച്ചവർക്ക് രക്ഷയില്ല. അവരെ കോടിക്കണക്കിന് ആത്മാക്കൾ ചെന്നുപെടുന്ന നരകത്തിലാണ്. അതുകൊണ്ടാണ് ധനവാന്റെ ഭൂമിയിൽ നമ്മൾ വായിക്കുന്നു, ലൂക്ക 16-19 വചനത്തിലാണ് വായിക്കുന്നത്. എനിക്ക് വരുന്നില്ല. ധനവാൻ ലാസറും, ധനവാൻ ചെന്നുപെട്ടത് ഒരു പാവം പോലും ചെയ്യാൻ ധനവാൻ ചെന്നുപെട്ടത് നരകത്തിൽ. യേശുവിൻ്റെ ഉപമയാണ്. അപ്പോൾ ആദത്തിൻ്റെ കാലം മുതൽ യേശുവിൻ്റെ കാലം വരെയും ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോയ ആത്മാക്കളുടെ അവസ്ഥ എന്ത് എന്ന് യേശു വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തരികയാണ്. അതാണ് ഉപമയുടെ അർത്ഥം. ഒരു കഥയല്ലത്. ആ ധനവാൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പാപം ചെയ്തായിട്ട് പറഞ്ഞിട്ടില്ല. തൻ്റെ വീടിൻ്റെ പടിപ്പുരഭാഗത്ത് കിടന്നത് ലാസറിനെ വന്ന് വീട്ടിൽ പ്രവേശിപ്പിക്കുകയോ അവനെ പരിഹരിക്കുകയോ ചെയ്തില്ല. അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ ധനവാന്റെ മേശവിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോൾ അവിടുന്ന് അവന് കിട്ടിയിട്ടുണ്ട്. യജമാനൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ മേശ എന്ന് പറഞ്ഞാൽ യജമാൻ്റെ വീട്ടിൽ നിന്നും അവന് കിട്ടുന്നുള്ളതുകൊണ്ടാണ് അവനോട് കിടന്നത്, പോകാതെ കിടന്നത്. എവിടെ കിടക്കുന്നത്? വീടിൻ്റെ
പടിവാതിക്കലാണ്, വീടിൻ്റെ മുറ്റത്ത് കിടക്കുക. നമ്മൾ സമ്മതിക്കൂ? ദേഹമെല്ലാം വ്രണം പിടിച്ച് വീട്ടിൽ കയറുന്ന വഴി ഒരുതമെന്ന് കിടക്കുക. അതിൽ സമ്മതിക്കൂ? നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ പോലീസിനെ വിളിച്ച് പറയും അല്ലേ? പോലീസ് പരാതി കൊടുക്കും, ഞങ്ങൾക്ക് പറ്റത്തില്ല, അസഹ്യമാണ്, എടുത്ത് മാറ്റാൻ പറയും. അവിടെ ഓടിച്ചു വിടും. പക്ഷെ ധനവാൻ ഓടിച്ചു വിട്ടില്ല. അവൻ കരുണ കാണിച്ചു. എന്ന് മാത്രമല്ല, ആ യജമാനൻ്റെ വീട്ടിൽ നിന്നും കിട്ടുന്ന അപ്പകഷ്ണങ്ങൾ കൊണ്ട് അവൻ വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. അതവന് കിട്ടിയത് കൊണ്ട് അവനടുത്ത് പോകാതെ കിടന്നത്. ഈ ധനവാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ടുവന്ന് നരകത്തിലൂടെ കൊണ്ടുപോകുന്നത്. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ വചനം പറയാണ്, കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെ അവൻ്റെ മടിയിൽ ഈ ലാസറിനെയും കണ്ടു. അപ്പോൾ വാസ്തവത്തിൽ ഈ ധനവാൻ ഒരു പാപം ചെയ്തായിട്ട് പറയുന്നില്ല. അവൻ്റെ സമ്പന്നനായത് അവൻ സുഭിക്ഷമായിട്ട് ജീവിച്ചു എന്ന് പറയുന്നു. എന്തുമാത്രം ആൾക്കാർ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നവരുണ്ട് സമ്പത്തുള്ളത് കൊണ്ട്. അവൻ വ്യഭിചാരിയായിരുന്നു, കൊലപാതകയായിരുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അവൻ നരകത്തിൽ പോയതിൻ്റെ കാരണം ആദത്തിൻ്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും മരണം ആധിപത്യം പുലർത്തി. റോമർ 5:14 വചനമാണ്. ആദത്തിൻ്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. അപ്പോൾ മോശയുടെ കാലം വരെ മരണത്തിന് ആധിപത്യം ഉണ്ടായിരുന്നു. മോശയുടെ കാലത്ത് ആ ആധിപത്യം നശിപ്പിക്കപ്പെട്ടില്ല. പക്ഷേ ഈ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? 10 പ്രമാണങ്ങൾ കൊടുത്തു. ഇത് പാലിച്ചാൽ, ഇത് അനുസരിച്ചാൽ ജീവിക്കും. അതായിരുന്നു വാഗ്ദാനം, ജീവിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ മോശയുടെ കാലം വരെ മരണത്തിന് ആധിപത്യമായിരുന്നു. 10 പ്രമാണങ്ങൾ കൊടുത്തു. യഹൂദന്മാർക്കാണത്, അവരാണത് സ്വീകരിച്ചത്. അവരനേകം പേരും ഇത് സ്വീകരിക്കാൻ തയ്യാറായില്ല, വിശ്വസിക്കാൻ തയ്യാറായില്ല. നമുക്കറിയാം, അതുകൊണ്ടാണ് മരുഭൂമിയിൽ വെച്ച് അനേകം പേരും വധിക്കപ്പെട്ടു. പിന്നെ ജോഷുവയുടെ നേരത്തെ പുതിയ തലമുറ വരുന്നു. കുറേ കാലം കഴിഞ്ഞ് അവരൊക്കെ വീണ്ടും എല്ലാം പാപികളായിട്ട് മാറുക. ഓരോ രാജാക്കന്മാരുടെ കാലത്ത് കാണുന്നുണ്ട്, വലിയ ദൈവനിഷ്ഠതയിലായിട്ട് മാറുക. പിശാചിനെ തന്നെ അവർ സേവിക്കുന്നവരായിട്ട് ഈ ദൈവത്തിൻ്റെ ജനം മാറി. അങ്ങനെ അവർ ശിക്ഷിക്കപ്പെടുന്നു. അതിങ്ങനെ ഓരോ കാലത്തും സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ വിജാതീയരോ, ഈ പ്രമാണം കിട്ടാത്ത വിജാതീയരുടെ അവസ്ഥ എന്താണ്? അവരുടെ മേൽ മരണത്തിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നു. മോശയുടെ നിയമം കിട്ടിയ യഹൂദന്മാർ ആരാ വചനം വിശ്വസിച്ചുവോ അവരെ ശിക്ഷിക്കപ്പെട്ടില്ല, അവർ നാശത്തിലേക്ക് പോയില്ല. അവർ മരിച്ചില്ലെന്നുള്ള, അവർ ശരീരത്തിൽ മരിച്ചു, പക്ഷേ അവർ പിശാചിന് പിടിപ്പെട്ടില്ല. വചനം അനുസരിച്ചു ദൈവം രക്ഷപ്പെടുത്തു. പക്ഷേ ആ നിയമം കിട്ടിയിട്ടും പാപം ചെയ്ത് നശിച്ചു പോയവർ യഹൂദന്മാർ തന്നെ പിശാചിന് അടിമത്തിലേക്ക് കടന്നുപോയി. മറുവശത്ത് ഈ നിയമം കിട്ടാത്ത വിജാതീയർ കോടിക്കണക്കിന് മനുഷ്യർ ഭൂമുഖത്തുണ്ടായിരുന്നു. ഇത് കിട്ടാത്തവരെ അവരുടെ അവസ്ഥ എന്തായി കാണും? അവരോടെ പോയി കാണും, സ്വർഗ്ഗത്തിൽ പോയി കാണുമോ? നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷാമപൂർവ്വം കാത്തിരി ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു അവർ. 1 പത്രോസ് 3:20 വചനം. അപ്പോൾ ദൈവത്തെ അനുസരിക്കാതെ ജീവിച്ച അനേകം കോടിക്കണക്കിന് മനുഷ്യരുണ്ടായിരുന്നു. ദൈവം അവരുടെ ഒന്നും തള്ളിക്കളഞ്ഞില്ല. അവരൊക്കെ ക്രിസ്തുവിന് കാലം വരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഈ 10 നിയമങ്ങൾ മോശയ്ക്ക് വഴി കൊടുത്തപ്പോൾ അതനുസരിച്ച് യഹൂദന്മാർക്ക് മരണശിക്ഷയിൽ നിന്നും വിടുതൽ ലഭിച്ചു. പക്ഷെ അവർ സ്വർഗത്തിൽ കയറിയില്ല. അവർക്കൊരു പക്ഷേ അബ്രാഹത്തിൻ്റെ മടി, അല്ലെങ്കിൽ അബ്രാഹത്തിൻ്റെ മടി വിശുദ്ധന്മാരെ മാത്രം പ്രവേശിച്ചു. അതല്ലെങ്കിൽ ദൈവം അവർക്ക് പ്രത്യേക ഒരു സംവിധാനം കൊടുത്തു. അവരെ സാത്താന് വിട്ട് കൊടുത്തില്ല. എന്നാൽ അനുസരിക്കാതിരുന്നവരെ, പാപം ചെയ്തവരെ നഷ്ടപ്പെട്ടവരായിട്ട് മാറി. അതുപോലെ മറ്റനേകം ജനതകളും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആദത്തിൻ്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരാൽ പോലും ആദത്തിൻ്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. അപ്പോൾ ഈ നരകത്തിൽ കിടന്ന ഈ ധനവാനും അതിൽ പെടുന്നവനാണ്. അവൻ ആദത്തിൻ്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവനാണ്. ആദം ചെയ്ത് കഠിനമായ പാപമാണ്. പക്ഷെ അതിന് സദൃശമായ പാപം ചെയ്യാതിരുന്ന ധനവാനും ആദത്തിൻ്റെ പാപം മൂലം ഇവിടെ പോയി നരകത്തിൽ വീണു. നോക്കണം, അതിനുശേഷം കാണുന്നു ക്രിസ്തു നരകത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഇപ്പോൾ ക്രിസ്തു മരണത്തിൻ്റെ മേൽ വിജയം വരിച്ചുകൊണ്ട് ഇത് കുരിശിൽ മരിച്ചപ്പോൾ മരണത്തെ പരാജയപ്പെടുത്തി തൻ്റെ ആത്മാവിലൂടെ നരകത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് മരിച്ചയുടെ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. രക്ഷയുടെ കവാടം അവർക്ക് തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. 17 വചനം. ഒരു മനുഷ്യൻ്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായ ജീവനിൽ വാഴും. ഇപ്പോൾ ക്രിസ്തു നേടിത്തന്ന ഈ കൃപാദാനം സ്വീകരിക്കുന്നവൻ, രക്ഷ പ്രാപിക്കുന്നവൻ, അവൻ എത്രയോ സമൃദ്ധമായ ജീവനാണ് ലഭിക്കുക. ആദത്തിലൂടെ മരണം ആധിപത്യം പുലർത്തിയെങ്കിൽ ക്രിസ്തുവിലൂടെ ജീവൻ ആധിപത്യം പുലർത്തുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ ആധിപത്യം പുലർത്തുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ 18 വചനം, അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ
ഒരു മനുഷ്യൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. അതിനൊന്ന് ഏറ്റു പറയാം. അങ്ങനെ ഇത് ബോധപൂർവ്വം ഏറ്റു പറയണേ. നമ്മളിത് പറയുമ്പോൾ ഇത് എല്ലായിടത്തും കേൾക്കപ്പെടണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പിതാക്കന്മാർ തലമുറകളിലേക്ക് എല്ലാ വചനം പോവുകയാണെന്ന് ബോധപൂർവ്വം വിശ്വസിച്ചുകൊണ്ട് ഒക്കെ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളെ തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളെ തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദത്തിന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളെ തീർന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ അനേകർ നീതി പ്രാപിക്കും, രക്ഷ പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദത്തിന്റെ എൻ്റെ പിതാക്കന്മാരുടെയും പ്രമാണ ലംഘനങ്ങളിലൂടെ ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ, അവരുടെ അനുസരണക്കേടിനാൽ അവർ ശിക്ഷിക്കപ്പെട്ടുവെങ്കിൽ, യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ യേശു നേടിത്തന്ന ജീവന്റെ യോഗ്യതയാൽ നഷ്ടപ്പെട്ടു പോയ എൻ്റെ പിതാക്കന്മാർക്ക് രക്ഷയുണ്ട്. അനുസരണക്കേടിനാൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ തലമുറകൾക്കും രക്ഷയുണ്ട്. കർത്താവേ, അവിടുത്തെ വചനം അയച്ച് അവരെ വിടുവിക്കണമേ. കർത്താവേ, അവിടുത്തെ വചനം അയച്ച് എൻ്റെ പിതാക്കന്മാരെ വീണ്ടെടുക്കണമേ. തലമുറകളെ വീണ്ടെടുക്കണമേ, വിടുവിക്കണമേ. കർത്താവേ, കരുണ തോന്നണമേ, ദയവ് തോന്നണമേ, അലിവ് തോന്നണമേ. എന്നെ കഴിഞ്ഞുപോയ തലമുറകളോട്, നഷ്ടപ്പെട്ടു പോയ കോടിക്കണക്കായ ആത്മാക്കളോട് കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ. യേശുവേ, 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 യേശുവേ. കാൽവരി ക്രൂശിലൂടെ ജീവൻ നേടി തന്നവനെ, ജീവൻ നേടി തന്നവനെ, അങ്ങ് നേടി തന്ന കൃപാദാനത്താൽ എൻ്റെ പിതാക്കന്മാരെ വീണ്ടെടുക്കണമേ. അവരുടെ നിരവധിയായ പാപങ്ങൾ അവരോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നേ, സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കടന്നു ചെല്ലട്ടെ. സകല അടിമകളിലേക്ക്, ആകാശത്തില്, ഭൂമിയില്, സമുദ്രത്തില്, നരകത്തില് ഈ വചനം കേൾക്കപ്പെടട്ടെ. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളെ തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. സലാത്മാക്കൾ വചനം കേൾക്കട്ടെ, എല്ലാ തലമുറകളും വചനം കേൾക്കട്ടെ, ഹൃദയം വചനം കേൾക്കട്ടെ, മനസ്സ് വചനം കേൾക്കട്ടെ, ശരീരം വചനം കേൾക്കട്ടെ, ഇന്ദ്രിയങ്ങൾ വചനം കേൾക്കട്ടെ, എൻ്റെ ആത്മാവ് വചനം കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിലെ രക്തത്തിലുള്ള വചനം കേൾക്കട്ടെ, മാംസപേശികൾ വചനം കേൾക്കട്ടെ, നാഡീ ഞരമ്പുകൾ വചനം കേൾക്കട്ടെ, അസ്ഥികളും മജ്ജ സന്ധിമത്തിലും വചനം കേൾക്കട്ടെ. വചനം കേൾക്കുക, വചനം കേൾക്കുക, വചനം ശ്രവിക്കുക, വചനം കേൾക്കുക. ശരീരമേ വചനം കേൾക്കുക, മനസ്സേ വചനം കേൾക്കുക, തലച്ചോറിലെ കോശങ്ങളെ വചനം കേൾക്കുക, ഇന്ദ്രിയങ്ങളെ വചനം കേൾക്കുക, ശരീരത്തിലെ മാംസപേശികളെ ദൈവത്തിന്റെ വചനം കേൾക്കുക, അസ്ഥികളെ മജ്ജയെ സന്ധി ബന്ധങ്ങളെ ദൈവത്തിന്റെ വചനം കേൾക്കുക, നാഡീ ഞരമ്പുകളെ ദൈവത്തിന്റെ വചനം കേൾക്കുക. ശരീരത്തിലെ ഓരോ അവയവങ്ങളും ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ, ശ്വാസകോശങ്ങൾ വചനം കേൾക്കട്ടെ, ഹൃദയപേശികൾ വചനം കേൾക്കട്ടെ, ആമാശയം ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ, ഗർഭാശയം ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ, കിഡ്നികൾ വചനത്തിന്റെ വചനം കേൾക്കട്ടെ, ലിവർ ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ, ഗ്രന്ഥികൾ പാങ്കിക ഗ്രന്ഥികൾ വചനം കേൾക്കട്ടെ, ജനേന്ദ്രിയങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ, നട്ടിലെ കശേരികൾ വചനം കേൾക്കട്ടെ, ശരീരത്തിന്റെ ഓരോ രോഗങ്ങളും ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ, ഷോൾഡറുകള്
കൈകള്, കൈമുട്ടുകള്, കണങ്കൈകള്, കൈപ്പത്തികള്, കൈവിരലുകള്, കാൽത്തുടകള്, കാൽമുട്ടുകള്, കണങ്കാല്, കാൽപാദങ്ങള്. വചനം കേൾക്കട്ടെ, വചനം കേൾക്കട്ടെ. വചനത്താൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ അശുദ്ധിയും വിട്ടു മാറ്, എല്ലാ തിന്മകളും വിട്ടു മാറ്, എല്ലാ പാപങ്ങളും വിട്ടു മാറ്, എല്ലാ ചെടി ആശയത്തിലും വിട്ടു മാറ്, ശാപങ്ങൾ വിട്ടു മാറ്, ശിക്ഷ വിട്ടു മാറ്, ശാപം വിട്ടു മാറ്, ശിക്ഷ വിട്ടു മാറ്, ശരീരത്തെ വിട്ടു മാറ്. ബോധ മനസ്സ് സമൂഹ മനസ്സിനെ ബന്ധിക്കുന്നു. വചനം കേൾക്കുക, സ്വതന്ത്രമാവുക. Be free, be free, be free, be free and be healed, be healed, be healed. Hallelujah, 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 hallelujah. ഒരു വചനം കൂടി 5:20 വചനമാണ്. പാപം വർദ്ധിപ്പിക്കുവാൻ നിയമം രംഗപ്രവേശം ചെയ്തു, എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത് ദൈവകൃപ അതിലേറെ വർദ്ധിച്ചു. യേശുക്രിസ്തു വഴി നൽകിയ കൃപാദാനം അതിലും 10,000 മടങ്ങ് വർദ്ധിച്ചു. എൻ്റെ പാപത്തെക്കാളും എത്രയോ 10,000 മടങ്ങ് ദൈവത്തിൻ്റെ കൃപ വർദ്ധിച്ചിരിക്കുന്നു. ആകയാൽ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് എനിക്ക് വിടുതലുണ്ട്, എനിക്ക് വിടുതലുണ്ട്. എൻ്റെ യേശുവിൻ്റെ നാമത്തിന് എനിക്ക് സൗഖ്യത്തിന് അവകാശമുണ്ട്, അനുഗ്രഹങ്ങൾക്ക് അവകാശമുണ്ട്. അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ യേശു ക്രിസ്തു വഴിയായി സ്വന്തമാക്കുവാൻ എനിക്ക് അവകാശമുണ്ട്. കാരണം പാപം വർദ്ധിച്ചെടുത്ത് ദൈവത്തിന്റെ കൃപ അതിലേറെ വർദ്ധിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നിന്റെ സാമ്പത്തിക മേഖലയിൽ, നിന്റെ ജീവിത വരുമാനത്തിൽ, നിന്റെ സാമ്പത്തിക മേഖലയിൽ വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ. ശാപത്തിന്റെ ശക്തിയിൽ വിട്ടുമാറ്, വിട്ടുമാറ്. ശിക്ഷയുടെ ശക്തിയിൽ വിട്ടുമാറ്. വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അനുഗ്രഹം കടന്നു വരട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ. അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹം യേശുവിന്റെ നാമത്തില് എനിക്ക് ലഭിക്കട്ടെ. എനിക്ക് ലഭിച്ചിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വലിയ അനുഗ്രഹം ഇറങ്ങി വരവരോട് സ്വർഗ്ഗത്തിൽ വലിയ അനുഗ്രഹം ഇറങ്ങി വരികയാണ്. ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന, ആരാധന.